ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജയം ജേണി. മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ, അദ്ദേഹത്തിനെ കുറിച്ചാണ് ചെറിയൊരു വീഡിയോ. ഇങ്ങനൊരു സംഭവം പറയേണ്ടതുണ്ടോ എന്ന് കുറച്ച് ആളുകളെങ്കിലും ഒരു പക്ഷെ ചിന്തിച്ചേക്കാം. പക്ഷെ ഈ ഒരു സംഭവം നമ്മൾ പറയേണ്ടതുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം നമ്മൾ സിനിമയെ കുറിച്ച് റിവ്യൂ ചെയ്യുമ്പോൾ, റിയാക്ഷൻസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയേണ്ടതുണ്ടല്ലോ. സോ ബി ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിന് അറിയാത്ത ആരും ഉണ്ടാവില്ല. ദ ക്യൂ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചെറിയൊരു സംഭവം അത് ഇങ്ങനെയാണ്. അത് ചിലർ, പേര് ഞാൻ പറയുന്നില്ല, പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹം തന്നെ പറഞ്ഞാട്ടോ. ചിലർ, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, മോഹൻലാൽ എന്തൊരു വലിയ കെടുതിയിലാണ്, വലിയൊരു പ്രശ്നത്തിലാണ് എന്നാണ് അവരുടെ ഒരു സംസാരം. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ, അതായത് മോഹൻലാൽ ഇപ്പോൾ നല്ല ഡയറക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിനിമ ചെയ്യാൻ വേണ്ടി. കാരണം ആരും അദ്ദേഹത്തിന് സിനിമ കൊടുക്കുന്നില്ല, അദ്ദേഹത്തിന് നല്ല സിനിമകൾ കിട്ടുന്നില്ല. സോ ഇത്ര കുറച്ച് ആളുകൾ എന്റെ രക്ഷകനായിട്ട് ഞാൻ കാണുന്നുണ്ട്, സോ അവരുടെ അടുത്തേക്ക് പോയി സിനിമ ചെയ്യാൻ പറയാം എന്ന് പറഞ്ഞ് ലാലേട്ടൻ തന്നെ അവരോട് സിനിമ ആവശ്യപ്പെട്ട്, എന്നെ നായകനാക്കി ഒരു സിനിമ എടുക്കുമോ എന്ന് ആവശ്യപ്പെട്ട് അവര് സിനിമ ലാലേട്ടനെ വെച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അങ്ങനെയാണ് ലാലേട്ടന് ഇപ്പൊ സിനിമ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകൾ പറയുന്നുണ്ട് എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം അതിനോട് പറയുന്നുണ്ട്, അങ്ങനത്തെ ഒരാളല്ല കേട്ടോ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പറയുന്നുണ്ട്. ലാലേട്ടൻ അങ്ങനെ ആളല്ല, എനിക്ക് പേഴ്സണലി അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, സിനിമയ്ക്കുള്ളിൽ തന്നെ ഇങ്ങനൊരു സംസാരം ഇപ്പോൾ ഉണ്ടെങ്കിൽ പുറത്ത് നമ്മൾ സാധാരണ പ്രേക്ഷകർ എന്തൊക്കെ പറയുന്നുണ്ടാവും. ഒരു സിനിമ വരുമ്പോൾ, നേരിന്റെ ട്രെയിലർ വരുമ്പോൾ, അങ്ങനെ പല സിനിമകൾ വരുമ്പോഴും അതിന്റെ താഴെ അടുത്ത് പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടനെ ഇങ്ങനെ ഊക്കി വിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ലാലേട്ടൻ മമ്മൂക്ക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ പ്രധാനമായിട്ടും നമ്മൾ കമ്പാരിസൺ എടുക്കുന്നത്. ഈ രണ്ടുപേരെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മമ്മൂക്കയുടെ ഇന്റർവ്യൂസൊക്കെ ഇതൊക്കെ കണ്ട് ഇപ്പോഴത്തെ മമ്മൂക്കനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. പക്ഷെ അതിനർത്ഥം ലാലേട്ടന് ഇഷ്ടമല്ല എന്നല്ല. മോഹൻലാൽ ഒന്നും അല്ലാതായി പോയി. ഇപ്പൊ കുറെ സിനിമകൾ പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവം ശരിയാണ്, ലൂസിഫറിന് ശേഷം നല്ലൊരു ഹിറ്റ് ഉണ്ടോ വെച്ചാൽ ഇല്ല. പിന്നെ ഒ ടി ടിയിൽ വന്നിട്ടുള്ള എന്താണ് ബ്രോഡ് ആഡി, അതാണ് കുറച്ചെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോയത്. ബാക്കിയൊക്കെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ആറാട്ടൊക്കെ കീളി മാറി പോയി, നിങ്ങൾക്ക് അറിയാലോ. സോ അങ്ങനെ നിൽക്കുന്ന ലാലേട്ടൻ ഇപ്പൊ ഒന്നും അല്ലാണ്ട് ആയിപ്പോയി. പോരാത്തതിന് ലാലേട്ടനോട് കട്ടക്ക് നിന്ന് ഇപ്പുറത്ത് മമ്മൂക്കയാണ്. മമ്മൂക്കനെ അടിച്ചു മുന്നിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലാലേട്ടൻ ഒന്നും അല്ലാതായി പോയി. ഇയാൾക്ക് ഇനി പടമൊന്നും കിട്ടില്ല, ആ കോലം കണ്ടില്ല, അത് കണ്ടില്ല, ഇത് കണ്ടില്ല ഒക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, എനിക്കും പേഴ്സണലി മമ്മൂക്ക ലാലേട്ടൻ എടുത്താൽ മമ്മൂക്കനോടാണ് ഇഷ്ടം. പക്ഷെ മമ്മൂക്കയ്ക്കും ഇതേ സാഹചര്യം വന്നിട്ടുണ്ട്. ലാലേട്ടൻ ഒരുപാട് ഹിറ്റുകൾ സംഭവിക്കുകയും മമ്മൂക്കയ്ക്ക് നല്ലൊരു ഹിറ്റ് ഉണ്ടാവാതിരിക്കുകയും, ലാലേട്ടന്റെയും മമ്മൂക്കന്റെയും പടം ഒരുമിച്ച് വന്നാൽ ലാലേട്ടന്റെ പടം അടിച്ചു മുന്നിൽ കയറിയും മമ്മൂക്ക ഒറ്റടി പോയി. ഈ പരുന്തൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. മാടമ്പി അടിപൊളിയായിട്ട് പോയി. അങ്ങനെ കുറെ, തോപ്പിൻ ചൊപ്പം ആണെന്ന് തോന്നുന്നു, അതോ മറ്റേ സിനിമയാണെന്ന് അറിയില്ല. എന്തായാലും ആ സമയത്ത് പുലിമുരുകന്റെ കൂടെ ഇറങ്ങിയ ഒരു സിനിമ ഉണ്ട്, അതാണെന്ന് എനിക്ക് അറിയില്ല, ഉറപ്പ് പറയുന്നില്ല. പക്ഷെ അത് മമ്മൂക്കന്റെ പടം ഒറ്റടി പോയി. അങ്ങനെ മമ്മൂക്കയ്ക്ക് നല്ലൊരു ഹിറ്റ് പോലും ഇല്ലാത്ത സമയത്ത് ലാലേട്ടൻ ഹിറ്റുകൾ കൊണ്ട് ആറാട്ടിയിരുന്ന ഒരു സമയമുണ്ട്. അപ്പോ ഇതെല്ലാ കാലത്തും എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. മമ്മൂക്കയ്ക്ക് ഒരുപാട് ഹിറ്റ് ചിലപ്പോൾ ഉണ്ടാവും, മമ്മൂക്കയ്ക്ക് കുറെ ഫ്ലോപ്പുള്ള ഒരു സമയം ഉണ്ടാവും. ലാലേട്ടന് കുറെ ഫ്ലോപ്പുകൾ ഇതിനു മുമ്പും വന്നിട്ട്, റെഡ് ചില്ലീസ്, ആ കാസനോവയൊക്കെ വരുന്ന സമയത്ത് എന്തായിരുന്ന അവസ്ഥ. അതിനുശേഷം വീണ്ടും അടിച്ചു മുന്നേ കയറി, ഇപ്പൊ പിന്നെയും താഴെ പോയി. സോ അതായത് ഏത് മേഖലയിലും ഉണ്ട്. ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ സ്വന്തം തല MSD മഹേന്ദ്ര സിംഗ് ധോണി ഒന്നും അല്ലാതിരുന്ന സമയത്ത് ഇയാൾ വെറും തുഴച്ചിലാണ്, ഇയാൾ ടീമിൽ നിന്ന് പുറത്താക്കാനായി എന്ന് പറഞ്ഞിട്ടില്ലേ. അങ്ങനെ എന്നിട്ട് പുള്ളിക്കാരൻ തിരിച്ചു വന്നിട്ടില്ലേ. എത്ര ഇന്നിങ്സിൽ വീണ്ടും ഇന്ത്യനെ ജയിപ്പിച്ചിട്ടുണ്ട്, ലാസ്റ്റ് ഓവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ബോൾ 6 ചെയ്ത് ജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാ സമയത്തും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലാലേട്ടനെ ക്രൂശിക്കുന്നവരോടാണ് പറയുന്നത്. ബി ഉണ്ണികൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് അദ്ദേഹത്തിനെ, അത് ലാലേട്ടനെ ശരിക്കും നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്ന ആളല്ല അദ്ദേഹം. നല്ലൊരു എല്ലാ സിനിമയും നല്ല രീതിയിൽ, ഇപ്പോൾ അതൊരു വില്ലൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ടെൻഷനും, അതായത് ബി ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്ന ടെൻഷനും, ആ ടെൻഷൻ മനസ്സിലാക്കി ലാലേട്ടൻ അതിനെ അപ്രോച്ച് ചെയ്ത വിധമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സോ ഇതൊക്കെ ഒരു ടൈം മാറ്റേഴ്സ് എന്നാണ്. ആ സമയത്തിനെ സംബന്ധിച്ച് കുറെ സംഭവങ്ങൾ സംഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ. ലാലേട്ടൻ പറ്റ അടി പോലൊന്നും ആരും പറയരുത്. ഈ ഒരു സംഭവം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഹിറ്റും ഫ്ലോപ്പും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ലാലേട്ടന് വരാനുള്ള പടങ്ങൾ നിങ്ങൾ എടുത്തു നോക്കാം. മലൈക്കോട്ട വാലിബൻ, ബാറോസ്, എല്ലാവരും കളിയാക്കുന്നുണ്ടെങ്കിലും ബാറോസ് അത്രയും വലിയ ടെക്നീഷ്യൻസും കാര്യങ്ങളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. വലിയ ഹിറ്റാൻ സാധ്യതയുള്ള സിനിമയാണ്. ഇനി അത് പോട്ടെ, അത് നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ നേര് വരുന്നുണ്ട്, ജിത്തു ജോസഫ് തന്നെ വേറെ പടങ്ങൾ വരുന്നുണ്ട്, എത്ര പടങ്ങൾ വരുന്നുണ്ട്, ലൂസിഫർ, എമ്പുരാൻ വരുന്നുണ്ട്. അത് പോരെ, പുള്ളിക്കാരന് ഒരു ഹിറ്റ് ഉണ്ടായാൽ മതി ഈ പറഞ്ഞ എല്ലാത്തിന്റെയും മേലെ പോകാൻ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാത്യു എന്ന് പറഞ്ഞിട്ടുള്ള ജയിലറിലെ ജസ്റ്റ് ചെറിയൊരു ക്യാരക്ടർ
നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര കൊണ്ടാടിയ ആൾക്കാരെ നോക്കൂ, എത്രയോ ഫ്ലോപ്പ് ഉണ്ട്. ചെറിയൊരു ക്യാരക്ടർ അങ്ങനെയാണെങ്കിൽ നല്ല ഒരൊറ്റ ഹിറ്റ് ഉണ്ടായ പോരെ. എമ്പുരാൻ ഒരു പെരും ഹിറ്റായ പോരെ. മലൈക്കോട്ട വാലിബൻ ഒരു വമ്പൻ ഹിറ്റായ പോരെ. തീർന്നു. അവിടെ തീർന്ന പ്രശ്നമേ ഉള്ളൂ ഈ പറച്ചിലൊക്കെ. അപ്പൊ മമ്മൂക്ക മമ്മൂക്കന്റെ വഴിക്ക് പോകുന്നുണ്ട്, ലാലേട്ടൻ ലാലേട്ടന്റെ വഴിക്ക് പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മള് നമുക്ക് കുറെ ഹിറ്റ് ഉണ്ട്, ഇങ്ങനെ ഹിറ്റ് ഇല്ല എന്ന് പറഞ്ഞ് താഴെ താഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഓഡിയനിൽ സംഭവിച്ച സംഭവം ഒരു വല്ലാത്ത സംഭവമായിരുന്നു. അപ്പൊ നമ്മളൊക്കെ പറയുന്നുണ്ട് മൂപ്പരെ എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും കറക്റ്റ് കിട്ടാത്ത പോലെ, ചിരിച്ചാ കരയുന്ന പോലെ തോന്നുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹം തിരിച്ചു വരില്ല എന്നൊരർത്ഥം അതിനില്ല. ലാലേട്ടൻ വിൽ കം ബാക്ക്. സോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നേര് എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ. ആ സിനിമ അടിപൊളിയോ ഇല്ലൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ട്രെയിലറിൽ അദ്ദേഹത്തിന്റെ ചില എക്സ്പ്രഷൻസ്, അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്ന സംഭവം കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ആ പഴയ ലാലേട്ടന്റെ ഒരു കംബാക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ കവിളൊക്കെ ഒന്ന് ചാടി ആ ലാലേട്ടനാണ് നമുക്ക് വേണ്ടത്. സോ അത് തിരിച്ചു വരുന്നുണ്ട്. ആ സർജറിയിൽ കുറച്ച് അബദ്ധം പറ്റി, അത് മാറിപ്പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഒരു നടനെയും വെറുതെ ചവിട്ടിത്താത്തേണ്ടതില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും നമ്മൾ രേഖപ്പെടുത്തുക. ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ, ആ ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചെറിയ സംഭവം കണ്ടപ്പോൾ അത് പറയണം തോന്നിയതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. എന്തായാലും അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കാണുന്നവരെ